ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് ഇന്നലെ രാത്രി അഹമ്മദാബാദ് എത്തി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ട് 200 കിലോമീറ്റർ ഉള്ളായിരുന്നു അഹമ്മദാബാദ്. ഞങ്ങൾ രാത്രി 10 മണിക്ക് അഹമ്മദാബാദ് എത്തി. എക്സ്പ്രസ് ഹൈവേ ആയിരുന്നു, പെട്ടെന്ന് വന്നു. ഇവിടെ റൂം എടുത്ത് ഇനി നമ്മൾ നേരെ ഗാന്ധി ആശ്രമം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പുറത്തുനിന്ന് ഹായ് പറ മോനെ. ഹായ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എല്ലാവരും പറ. ഒരു ഹായ് പറ. ഒരു ഹായ് പറ. രണ്ടെണ്ണുണ്ടോ? രണ്ടാധാറുണ്ടോ? മാറണോ? ഇവിടെ മാറണ്ട മോനെ. മഴ ചെറുതായിട്ട് പൊടി. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. എനിക്ക് മസാല ദോശ, മോൻ ഇഡലി വാങ്ങിച്ചു തരട്ടെ. മോൻ ഇഡലി വേണോ? സ്പൂൺ വേണ്ട വഴക്ക് പറയും. Use the left lane to stay on Swami Vivekanand Road. അഹമ്മദാബാദ് സിറ്റി ടൂർ ആണ് ഞങ്ങൾ ഇന്ന് നടത്തുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഗാന്ധി ആശ്രമം പോവാണ്. ഇനി 5 കിലോമീറ്ററുകളുണ്ട്. മഴയില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തി. ഇതാണ് എൻട്രൻസ്. പാർക്കിംഗ് അവിടെ തോന്നുന്നു. ഇവിടെയാണ് പാർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ ഗാന്ധി ആശ്രമത്തിലെത്തി. ഇനി ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. വേണ്ടടി റിച്ചു കണ്ടോ? നമ്മൾ കയറി വരുമ്പോഴേ നന്ദിനി ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. സബർമതി നദീതീരത്താണ് നമ്മുടെ ഈ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി 12 വർഷക്കാലം ഈ ആശ്രമത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതാണ് സബർമതി നദി. ഈ നദീതീരത്തിനടുത്തായിട്ടാണ് ഈ ആശ്രമം ഉള്ളത്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. ഓട് ഇട്ട് കാണുക. അടിപൊളിയാണ് ഫ്രണ്ട്സ്. റംസ് ഉറങ്ങി. നമ്മൾ വന്ന വഴി ഫുഡൊക്കെ കഴിച്ചിട്ട് റംസ് ഉറങ്ങി. മറ്റേ തുണി നെയ്യുന്ന സാധനം, ഗാന്ധിജി പണ്ട് ഉപയോഗിച്ച തുണി നെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം.
ചർക്ക. Avoid touching Charka's picture or panels. നൂല് നെയ്യുന്നതാണ് ഇതൊക്കെ. ഉപയോഗിച്ച മെഷീനറികളാണ് ഇതെല്ലാം. കളറിങ് മെഷീനും ഒക്കെയാണിത്. കുഞ്ഞോണെന്നു. ഹംസു ആരാടാ? ഇങ്ങനെ ഉറക്കം വരുന്നോ? മുട്ടായി വാങ്ങിച്ചു ഞങ്ങള്. മുട്ടായി വാങ്ങിച്ചില്ല, ചുമ്മാ പറയുക. ചുമ്മാ പറ. ചുമ്മാ പറയുവല്ലയോ? നോന പറ. ആ അച്ചുച്ചി വണ്ടി ഇരിക്കുന്നോ? നോന പറ. അതെന്തോ റംസു? റംസു അതെന്തുവാ? റിച്ചു ഡാൻസ് എടുത്താലോ? വാ. മഴ പെയ്യുന്നു. നമ്മൾ ആശ്രമത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഗൂഗിളിൽ കാണിച്ചൊരു സ്ഥലത്ത് വന്നു. സ്ഥലത്തിന്റെ പേരെന്തോ? ഇത് മറന്നുപോയി. പള്ളിയാണോ ഇത്? അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ആണ് എത്ര ബ്ലോക്ക്. നല്ല മഴയാ. നമ്മളിനി നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് ഹോൾസെയിലായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് തിരക്കി ഇങ്ങനെ പോവാണ്. ഞങ്ങൾ ഏതാണ്ട് അഹമ്മദാബാദി വണ്ടി ഇവിടെ ഇട്ടു. ഇവിടെ എല്ലാം ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഒരുപാട് അത്യാവശ്യം വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിലത്തേക്ക് കുറച്ച് സാധനം. ഇപ്പം എന്തൊക്കെയൊക്കെ എടുത്തേ? പലാസോ എടുത്തു, കോട്ട് സെറ്റ് എടുത്തു, പിന്നെ ഷോർട്ട് ടോപ്പ് എടുത്തു, ഷോൾ എടുത്തു, അങ്ങനെ കുറേ ഐറ്റംസ് എടുത്തു. കട ചെറുതാന്നേ ഉള്ളൂ, പക്ഷെ നല്ല വിലക്കുറവാണ്. സാധനം വണ്ടിമാർക്ക് വേറെ ഗോഡൗണൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലെല്ലാം ഒത്തിരി കടകളുണ്ട് കേട്ടോ. മഴയാണ്ട് എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ കുറച്ച് സാധനം ഷോളും പിന്നെ പലാസോയും അങ്ങനെ കുറേ സാധനം എടുത്തു. നമ്മളങ്ങനെ വേറെ ഷോപ്പിൽ വന്ന് ചുരിദാറൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അടിപൊളി സെലക്ഷനാണ് മൊത്തം. നമ്മൾ കുറേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നു. ഉച്ചയ്ക്ക് നമ്മളൊരു ബ്രോസ്റ്റഡ് ഷോപ്പിൽ വന്നു. കപ്സ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 4 പീസ് ബ്രോസ്റ്റഡും കപ്സയും പറഞ്ഞിട്ടുണ്ട്. കപ്സയല്ല, മന്തിയും 4 പീസ് ബ്രോസ്റ്റഡും. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ ഇനി ഇവിടുന്ന് ഗുജറാത്തിലെ സസാൻഗീർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ലയോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിംഹങ്ങളുള്ള ഗിർ ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഗുജറാത്തിലാണത്. സസാൻഗീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകണം. അവിടെ തന്നെ ഫോറസ്റ്റിന്റെ ഇതേ തന്നെ നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ചീപ്പ് റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് പകുതി വരെ നാഷണൽ പാർക്ക്, അതായത് മെയിൻ നാഷണൽ പാർക്ക് ക്ലോസ് ആണ്. ബുക്കിംഗ് 3 മാസം മുന്നേ ബുക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ പോകുന്നത് ബസ് സഫാരി ഉണ്ട് അവിടെ. പിന്നെ അല്ലാതെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ബുക്ക് ചെയ്തൊക്കെ നമ്മുടെ ജീപ്പ് സവാരിക്കല്ലേ. ഒരു ജീപ്പ് എടുത്തിട്ട് 2 പേര് അല്ലെങ്കിൽ 3 പേരെ അവർ കൊണ്ടു. പക്ഷെ അതാണ് ബുക്കിംഗ്. ബസ് സവാരിക്ക് ബുക്കിംഗ് ഇല്ല. ഓൺലൈനാണ് ബുക്ക് ചെയ്യാൻ, അല്ലാതെ കിട്ടും. അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ്. Turn left onto Jayashree Road. ഗിർ നാഷണൽ പാർക്ക് അടുക്കാറായി. ഇനി 49 കിലോമീറ്റർ. ഇതൊരു പള്ളിയാണ് കേട്ടോ. പള്ളിയല്ല, അമ്പലമാണ്. പള്ളിയാണോ അമ്പലമാണോ ഒരു പിടുത്തം. ഫുള്ള് വെള്ളക്കെട്ട്. നല്ല മഴയായിരുന്നു. ഇപ്പൊ ഇച്ചിരി തോർച്ച കിട്ടി.
നമ്മൾ ഗിർ ഫോറസ്റ്റിൽ എത്താറായി. ഇനി 20 കിലോമീറ്റർ കൂടെ. ആ ഇതിൽപ്പെട്ട കാട് തന്നെയാണ് ഇത്. വഴിയാണ് നമ്മൾ പോകുന്നത്. സസാങ്കിർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകേണ്ടത്. ഗിർ ഫോറസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വേറൊരു സ്ഥലത്തായിരിക്കും എത്തുന്നത് കേട്ടോ. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സസാങ്കിർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, എന്നാലേ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തുള്ളൂ. വന്ന വഴിയിൽ ഇതാ കുറെ പോത്തുകളെ അഴിച്ചു വിട്ടിരിക്കുന്നു ഫ്രണ്ട്സ്. എരുമയുണ്ട്. ഇവിടെ ഒരു 12 കിലോമീറ്റർ മുന്നേ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. 30 കിലോമീറ്റർ സ്പീഡ്. ഇവിടോ ആണെങ്കിൽ പതുക്കെ പോകാൻ പറ്റത്തില്ലല്ലോ. ക്യാമറ വെച്ചിട്ടുണ്ട്. മറ്റേ ഇത് മൃഗങ്ങളെ ക്രോസ് ചെയ്യും, അതുകൊണ്ടാ 30 കിലോമീറ്റർ സ്പീഡില്. വൈൽഡ് ലൈഫ് ക്രോസിംഗ് ഏരിയ. ഉണക്കം കൂടെ ഉണ്ട്, അടിപൊളിയാണ്. നല്ല മഴ വരുന്നുണ്ട്. ഇതുവഴിയാ ഗിർ ലൈൻസ് ഉദ്ദേശിക്കുന്നത്. ഇതുവഴിയാണോ? ഇതിന് പോകാൻ പറ്റുമോ? ആണോ? കാറ് പോയല്ലോ. ആണോ? ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നത്, എന്നിട്ട് ഇവിടുന്ന് ബസ്സിന് പോവല്ലേ? ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നത്, എന്നിട്ട് ഇവിടുന്ന് ബസ്സിന് പോവല്ലേ? നമ്മൾ 3 പേർക്ക്, റിച്ചുവിനും നമുക്ക് എനിക്കും അണ്ണനും കൂടെ 570 രൂപ. നമ്മൾ ഇന്നലെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. 570 രൂപ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ബുക്കിങ്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തു. ജിപ്സി ഉണ്ട് കേട്ടോ. ജിപ്സി സവാരി ആണെങ്കിൽ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്യണം. ആദ്യമേ ഞങ്ങൾ അതാണ് നോക്കിയത്, പക്ഷെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. നമ്മളങ്ങനെ എത്തി. ഇവിടെയാണ് ബസ് സഫാരിയുടെ എൻട്രൻസ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നാണ് പാർക്കിങ്. വലിയൊരു പാർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബുക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിക്കേണ്ടത്. അപ്പം ഞങ്ങൾ ബസ് നമ്പറും ടൈമും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സീറ്റ് നമ്പറും കിട്ടിയിട്ടുണ്ട്. 11 മണിയാകുമ്പോഴത്തേന് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ ടൈമിങ് അപ്പോഴാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് കോർട്ട്, ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ ടിക്കറ്റ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ടിക്കറ്റ് കിട്ടും. അപ്പം നമുക്ക് 11 മണിക്കാണ് ബസ് കേട്ടോ. ബസ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് 676. നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമോ അറിയില്ല, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. ഇവിടെ ടൈമിംഗ് ഉണ്ട് കേട്ടോ. രാവിലെ 8 തൊട്ട് 9, പിന്നെ 9 തൊട്ട് 9:30, 10 തൊട്ട് 10:30. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 3 തൊട്ട് 3:30, 3:30 തൊട്ട് 4, 4 തൊട്ട് 5. അങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പം വരുന്നവർ ടൈമിംഗ് ഒക്കെ നോക്കണം. ഇതിൻ്റെ സൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാം. ഇവിടെ നമ്മൾ ആലു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ്. നമ്മളകത്തോട്ട് കയറുവാണ്. നമ്മൾ കയറി വന്നപ്പോഴേ മാനുകൾ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? അങ്ങനെ നമ്മൾ ഫൈനലി സിംഹത്തെ കണ്ടിരിക്കുന്നു. 2 എണ്ണം ഉണ്ട്. ഇത് വലിപ്പമാ. 2 എണ്ണം ഉണ്ട്. ഭയങ്കര വലുതാട്ടോ. ആൺസിംഹങ്ങളാണ്. പുള്ളിപ്പുലി അല്ലേ? കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. പുള്ളിപ്പുലിയെ കണ്ടു ഫ്രണ്ട്സ്. ഞങ്ങൾ 2 എണ്ണം ഉണ്ട്. ലിയോപ്പാർഡിനെ കണ്ടു ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ സിംഹത്തെയും കണ്ടു, ലിയോപ്പാർഡിനെ കണ്ടു, മാനിനെ കണ്ടു, മയിലിനെ കണ്ടു. 2 അല്ല, മരത്തിന്റെ മണ്ടയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇതുകൊണ്ട് വലുത്
ഇവിടെ 2 എണ്ണം നിൽക്കുന്നു തൊട്ടടുത്ത് തന്നെ. ഞങ്ങൾ പുലികളെ കണ്ടു, സിംഹത്തിനെ കണ്ടു. ഒരുപാട് മാനുകളെ കണ്ടു. അപ്പം നമ്മൾ ഗിർ സഫാരി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ റാണ ഓഫ് കച്ചിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് ചെല്ലുമായിരിക്കും. ഇവിടെ ഭയങ്കര മഴയാ. അപ്പം വീഡിയോ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാനായിട്ട് ടാറ്റാ. ബൈ.